സെമിത്തേരിയിൽ കല്ലറക്ക് ചുറ്റും നിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ സിഗരറ്റ് കത്തിച്ച് വെച്ചു കൊടുക്കലും മദ്യം ഒഴിച്ചു കൊടുക്കലും ഫുഡ് വെച്ചു കൊടുക്കലും ഒരു DJ പാർട്ടി തന്നെ സെമിത്തേരിയിൽ നടത്തുന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് സ്ലൊവേനിയയിലെ തന്നെ സലേ സെമിത്തേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പഠിത്തത്തിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു ഫീൽഡ് വർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കഥകളൊന്നും ഇവിടെ നടക്കണതല്ല കേട്ടാ. പിള്ളേര് ഓരോ അനുഭവങ്ങൾ പറയുന്ന കഥകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾക്ക് കുറച്ച് ടാസ്ക് തന്നായിരുന്നു. കല്ലറകൾ നിരീക്ഷിക്കാനും കല്ലറകളിലുള്ള പേരുകളുടെ നിരീക്ഷിക്കലും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് കേട്ടോ. പക്ഷെ എനിക്ക് എന്നെ അതിശയപ്പെടുത്തിയത് ആ സെമിത്തേരി കയറിയിട്ട് നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. ലൈക്ക് ഒരു പാർക്ക് പോലെയാണ് ആ സെമിത്തേരി ലുബ്ലിയാനെ പണിത് വെച്ചേക്കണം. അത്ര മനോഹരം, എന്താ പറയുക, അത്ര മനോഹരമായിട്ടാണ് ഒരു സെമിത്തേരി പണിത് വെച്ചത്. എല്ലാവരും സ്വന്തം നാട്ടിലെ സെമിത്തേരികളെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ ഇങ്ങനത്തെ ഒരു കഥ പറഞ്ഞത്. അവരുടെ അവിടെ ആളുകൾ ഫുഡ് കൊണ്ടേ വെക്കലും സിഗരറ്റ് കൊണ്ടേ വെക്കലും പിന്നെ മദ്യം കൊണ്ടേ വെക്കലും ഒരു വലിയ DJ പാർട്ടി മരിച്ചവരുടെ കൂടെ ആഘോഷിക്കുന്നത് വരെ ഞാൻ കേട്ടു. എനിക്ക് ഭയങ്കര അതിശയമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാനപ്പോൾ ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു പോയി. ഞങ്ങളുടെ അവിടെയൊക്കെ ദയിപ്പിക്കലാണ്. ദയിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കത്തിച്ച് ദയിപ്പിക്കൽ. ക്രിസ്ത്യൻ ആചാരപ്രകാരം മണ്ണിലടക്കം ചെയ്യലാണ്. എന്തൊക്കെയാണല്ലേ, എല്ലായിടത്തും ഓരോ ആചാരങ്ങളാണ്. അവരുടെ ആചാരങ്ങളൊക്കെ ചെയ്തോട്ടെ, നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ തലയിടാൻ പോണം. പക്ഷെ കേട്ടപ്പോൾ ഒരു കൗതുകവും അടിപ്പനായിരുന്നിട്ട് ഫീൽഡ് ട്രിപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നാളെ ഒരു ഫീൽഡ് ട്രിപ്പ് ഉണ്ട്.